കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോയിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ലിങ്ക് കൊടുത്തപ്പം ചില പിള്ളേർക്കുള്ള ഡൗട്ടാണ്, ടീച്ചറെ പാറ്റേൺ മാറി, കോമ്പറ്റൻസി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് കൂടുതൽ വന്നു, ഇനി ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ പഠിച്ചിട്ട് വല്ല ഗുണമുണ്ടോ എന്ന്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, കോണ്ടൻറ്റ് സെയിം തന്നെയാണ്, പാറ്റേണേ മാറിയിട്ടുള്ളൂ. അതുകൊണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ പ്രാക്ടീസ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒരു നഷ്ടവും വരാൻ പോണില്ല. നിങ്ങൾക്കിനി പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വലിയ വിശ്വാസം ഇല്ലെങ്കിൽ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ CBSEയുടെ സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അതെങ്ങനെയാണ് CBSEയുടെ സൈറ്റിൽ നിന്ന് എടുക്കേണ്ടതെന്ന് ഞാൻ പറയാം. അതും കൂടി നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. നമ്മൾ ചെയ്യേണ്ടത് cbse.nic.in എന്ന് പറഞ്ഞിട്ടുള്ള ആ സൈറ്റിലേക്ക് കയറുക. എന്നിട്ട് അതിൽ താഴേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അക്കാഡമിക് വെബ്സൈറ്റ് കാണും, അതെടുക്കുക. അതിനകത്ത് നിങ്ങൾ മുകളിലേക്ക് നോക്കുമ്പോൾ ഒരു കണ്ടോ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ, ഇതെടുക്കുമ്പം അവർ നിങ്ങളോട് ചോദിക്കും ഏതാണ് നിങ്ങൾക്ക് വേണ്ടത്, 2025 ആണോ, 26 ആണോ, 24, 23 എല്ലാത്തിലെയും ഉണ്ട്. ഇനി നമ്മളതിനകത്ത് നിന്ന് ഇപ്പം ഞാൻ 25, 26 എടുത്ത് വിചാരിച്ചോ. അപ്പോൾ അവർ നമ്മളോട് ക്ലാസ് ചോദിക്കും, ക്ലാസ് ഏതാണ്, 10th ആണോ 12th ആണോ. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് 2 കോളം കാണും, ശ്രദ്ധിക്കണം. അതിലൊന്ന് സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ, SQP എന്ന് പറഞ്ഞ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ എല്ലാ സബ്ജക്റ്റിൻ്റെയും ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് സയൻസാണ് വേണ്ടതെങ്കിൽ അതിൻ്റെ എടുക്കുക. ഈ MS എന്ന് പറയുന്നത് മാർക്കിംഗ് സ്കീമാണ്, അതായത് എങ്ങനെയാണ് പോയിൻറ്റ്സ് എഴുതേണ്ടത്. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ മെയിൻ പോയിൻറ്റ്സ് എങ്ങനെയാണ് എഴുതേണ്ടതെന്നുള്ള മാർക്കിംഗ് സ്കീമും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളതൊന്ന് കയറി നോക്കുക. 10th കാർക്കും 12th കാർക്കും ഉണ്ട്.